കഴിഞ്ഞ ദിവസം തമിഴ് ഗായിക സുചിത്ര റിമ കല്ലിങ്കലിനെതിരെയും ഭർത്താവ് ആഷിക് കപൂറിനെതിരെയും ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനും കണ്ടിരുന്നു. പക്ഷേ മറ്റു മാധ്യമങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതായോ ചർച്ച ചെയ്യുന്നതായോ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല, റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾ അത് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്തതായിട്ടും കണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഈ WCC അംഗങ്ങൾക്ക് എന്താ പ്രത്യേക പരിഗണനയുണ്ടോ? കാരണം ഇവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച് വാർത്തകളോ അന്വേഷണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായതായി കാണുന്നില്ല. റിമ കല്ലിങ്കലിന്റെ കരിയർ തകർന്നത് ലഹരി ഉപയോഗം കാരണമാണെന്നും അവരുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ട് എന്നുമായിരുന്നു ഗായിക സുചിത്ര ഉയർത്തിയ ആരോപണം. കൊച്ചി റെയ്ഡൊക്കെ നടന്നത് എവിടെയാണ്? അത് റിമ കല്ലിങ്കലിന്റെയും ഭർത്താവ് ആഷിക് കപൂറിന്റെയും വീട്ടിലാണ്. വനിതാ ശാക്തീകരണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ അതൊന്നും ചോദിക്കാത്തത്? ഇതുവരെ മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ പെൺകുട്ടികൾക്ക് റിമ ആദ്യമായിട്ട് മദ്യം നൽകി. അവരുടെ വീട്ടിലെ ലഹരി പാർട്ടികളിൽ എത്രയോ പെൺകുട്ടികളും ചെറുപ്പക്കാരും ഒക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഗായിക സുചിത്ര റിമ കല്ലിങ്കലിനും ഭർത്താവ് ആഷിക് കപൂറിനും എതിരെ ഉയർത്തിയിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് നേരിടുകയല്ലേ വേണ്ടത്? തീർച്ചയായും അതെ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പം അമ്മയും ഫെഫ്കയും ഏറ്റവും കൂടുതൽ വിമർശനത്തിന്റെ മുന്നിൽ നിർത്തി സംസാരിച്ചത് റിമ കല്ലിങ്കലിന്റെ ഭർത്താവായിട്ടുള്ള ആഷിക് കപൂറാണ്. അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പം അതിനെതിരെ പ്രതികരിക്കാനും മറുപടി പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും അവർക്കുണ്ട്. കഴിഞ്ഞ പല സിനിമകളിലായി ആഷിക് കപൂർ ഫെഫ്ക അംഗങ്ങൾക്ക് 40 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്ന് ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമായിട്ടുള്ള ബെന്നി ആശംസ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കയുടെ പ്രതികരണം വൈകി എന്നാരോപിച്ച് ആഷിക് കപൂർ രാജിവെച്ചിരുന്നു. താൻ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആഷിക് കപൂറിനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യയും WCCയുടെ മുൻനിര പ്രവർത്തകയുമായിട്ടുള്ള റിമ കല്ലിങ്കലിനെതിരെയും പരസ്യമായിട്ട് ഒരാൾ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അധികൃതർ വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗായിക സുചിത്രയുടെ പക്കൽ നിന്നും പോലീസ് മൊഴിയെടുക്കുക എന്നൊക്കെയുള്ളത് നിർണായകമായ കാര്യമാണ്. എന്നാണെങ്കിലും ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ടും ആരും എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാത്തതെന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഗായിക സുചിത്ര പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അന്വേഷിച്ച് ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം.